ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ജഗന്നാഥ് ഭഗവാന്റെ ലീലകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ക്ലാസ്സിലും കൂടെ ജഗന്നാഥ് ഭഗവാന്റെ 2 ലീലകൾ പാസ്റ്റ് ടെൻസ് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലും ഭഗവാൻ എങ്ങനെയാണ് ഭക്തന്മാരുടെ അഹങ്കാരം നശിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ക്ലാസ്സിലും ആദ്യത്തെ കഥ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഭഗവാൻ ഈ കാരണം ജഗന്നാഥ് പുരിയിലോട്ട് പോകുന്നവർക്ക് ചിലവരിലൊക്കെ എന്താണ് അവരുടെ ഉള്ളിലുള്ള അഹങ്കാരം എടുത്തു കാണിക്കും, അല്ലെങ്കിൽ അത് മുന്നിട്ട് നിൽക്കും. ഭക്തിയേക്കാൾ കൂടുതൽ അഹങ്കാരം നിൽക്കും. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. ഭക്തന്മാർക്ക് എപ്പോഴും ഭക്തിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, ബാക്കിയെല്ലാം അതിന്റെ താഴെ നിൽക്കാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭഗവാൻ എന്ത് ചെയ്യും? ജഗന്നാഥ് പുരിയിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ എത്ര അഹങ്കാരമുള്ള ആളായാലും ജഗന്നാഥ് പുരിയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് ആ അഹങ്കാരമൊക്കെ നശിച്ചിട്ടായിരിക്കും. കാരണം ഭഗവാൻ എന്തായാലും അവിടുന്ന് വെറും കൈ കൊണ്ട് തിരിച്ച് വിടില്ല. അപ്പൊ അതുപോലെ ഒരാളായിരുന്നു, അതെ, ഒരു വലിയ പ്രമാണിയായിരുന്നു അദ്ദേഹം. ഭയങ്കര പണക്കാരനായിരുന്നു, വലിയൊരു പ്രമാണിയായിരുന്നു. അപ്പൊ അദ്ദേഹം ജഗന്നാഥ് പുരിയിലോട്ട് പോവാണ്. അപ്പൊ ഇദ്ദേഹം പോയിട്ട് അവിടുത്തെ മെയിൻ പൂജാരിയെ കണ്ടിട്ട് ഇത് 1,00,000 രൂപ ആ പൂജാരിയുടെ കൈ കൊടുക്കും. എന്നിട്ട് പറയും, ഈ 1,00,000 രൂപ ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? തീർക്കണം. അത് കഴിഞ്ഞിട്ട് 1,00,000 രൂപ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുകയും വേണം, ഉപയോഗിച്ച് തീർക്കുകയും വേണം എന്ന് പറയും. അപ്പൊ ഈ പൂജാരി വിചാരിക്കും, ഭഗവാൻ 1,00,000 രൂപ ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്ത് തീർക്കേണ്ട ആവശ്യമില്ല, അത് 2-3 ദിവസം അത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഭഗവാൻ അങ്ങനെ അധികം എന്താ പറയാ, ഭയങ്കര വില കൂടിയ പൂക്കളോ കാര്യങ്ങളോ ഒന്നും ഭഗവാൻ അലങ്കരിക്കുന്നില്ല. സാധാരണ പുരി കിട്ടുന്ന തന്നെയായിട്ടുള്ള പൂക്കളും കാര്യങ്ങളും പ്രസാദങ്ങളും ഒക്കെ ആവശ്യത്തിന് അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇനി 1,00,000 രൂപ അവിടെ ഇപ്പൊ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, 2-3 ദിവസം ആയിട്ട് ഉപയോഗിക്കാനുള്ള കാര്യമുള്ളൂ. അപ്പൊ പൂജാരി ഈ കാര്യം പണക്കാരനോട് പറയും. അപ്പൊ പണക്കാരൻ പറയും, പറ്റില്ല, ഇത് ഇന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം, അല്ലെങ്കിൽ ഇന്നോ നാളെയോ, ഒരു ദിവസം കൊണ്ട് ഈ 1,00,000 രൂപ തീർത്തേ പറ്റൂ. പക്ഷെ കാരണം എല്ലാവരും അറിയണം, എന്റെ പ്രശസ്തി എല്ലാവരും അറിയണം, ഞാൻ ഇവിടെ 1,00,000 രൂപ തന്നു എന്ന് എല്ലാവരും അറിയണം. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ പൈസ തിരിച്ചു താന്ന് പറയും. അപ്പം പൂജാരി വിചാരിക്കും, പൈസ തിരിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാല് ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ആ പൈസ അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം ആ പുരിയില് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷെ പൈസ ഒരു ദിവസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കാനും പറ്റില്ല. അത് എന്തായിപ്പോവും? സ്വാർത്ഥതയായിപ്പോ, അല്ലെങ്കിൽ അത് വളരെ ഓവറായിപ്പോവും. ആ പൈസ ഒരു ദിവസം കൊണ്ട് ഭഗവാന് തീർക്കേണ്ട ആവശ്യമൊന്നും പുരിയിൽ അപ്പൊ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം. അപ്പം ഭഗവാൻ ഇദ്ദേഹം പറയും, പൂജാരി പറയും, ശരി, അങ്ങ് വെയിറ്റ് ചെയ്യൂ, ഞാൻ നാളെ ഇത് ഭഗവാനോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറയും. അപ്പോ അങ്ങനെ പ്രമാണി പറയും, ശരി, എന്നാ ഭഗവാനോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം അന്ന് രാത്രി അതിന്റെ അകത്ത്, ജഗന്നാഥ് പുരിയുടെ ആ അമ്പലത്തിന്റെ അകത്താണ് ഇദ്ദേഹം ഉള്ളത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഭഗവാനോട് സംസാരിക്കുകയാണ്. ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞിട്ട് കിടക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും, ആ പ്രമാണിയോട് എന്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കാം. അപ്പൊ ഭഗവാൻ ഇദ്ദേഹത്തിന് സ്വപ്നത്തില് ദർശനം കൊടുക്കുകയാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിൽ സ്വപ്നത്തിൽ ദർശനം കൊടുക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ അദ്ദേഹത്തിനോട് പറയാണ്, അങ്ങൊരു കാര്യം ചെയ്യും, നീ വിഷമിക്കണ്ട, കാരണം ഈ 1,00,000 രൂപയല്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് പറയും. ആ പൂജാരി പറയും, എന്തിനാണ് 1,00,000 രൂപ ഒരു ദിവസം കൊണ്ട് ചെലവാക്കേണ്ട, അത്രയ്ക്ക് ചെലവൊന്നും നമ്മുടെ ഇവിടെ ഇല്ല എന്ന് പറയും. അപ്പൊ ഭഗവാൻ പറയും, നീ അയാളോട് എനിക്ക് ഒരു വെറ്റില വേണമെന്ന് പറഞ്ഞാൽ മതി, വെറ്റില പാക്കാതില്ലേ, അത് വേണമെന്ന് പറയാൻ മതി. അപ്പോ പൂജാരി പറയും, വെറ്റില പാക്കോ? അതിന് 1,00,000 അല്ല, 1 രൂപ പോലും ആവില്ല എന്നിങ്ങനെ പറയും. അപ്പൊ ഭഗവാൻ പറയും, വെറ്റില പാക്ക് വെറും വെറ്റില പാക്കല്ല, ആ വെറ്റില പാക്കിന്റെ അകത്തുള്ള, നമ്മൾ ആ വെറ്റിലയുടെ അകത്ത് കുറച്ച് സാധനങ്ങൾ വച്ചിട്ടല്ലേ കഴിക്കാറ്, അതിന്റെ അകത്ത് എനിക്ക് ഒരു പേസ്റ്റ് വേണം, അതായത് ഒരു പേസ്റ്റ് പോലത്തെ ഒരു സംഭവം വേണം. അപ്പൊ ചോദിക്കുക, എന്ത് പേസ്റ്റ് ആണ് ഭഗവാന് വേണ്ടതെന്ന് ചോദിക്കും. പറയും, ആനയുടെ നെറ്റിയിൽ ഒരു ഇതുണ്ടാവും, ഡയമണ്ട് ഉണ്ടാവും. ആ ഡയമണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, മുത്ത് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അതിനെ കൊണ്ടുവന്ന് അതിനെ അരച്ചുള്ള ആ പേസ്റ്റ് ആണ് എനിക്ക് ആ വെറ്റിലയുടെ അകത്ത് വേണ്ടതെന്ന് പറയും. അപ്പൊ ആനയുടെ നെറ്റി എന്ന് പറയുമ്പോ എത്രയോ ലക്ഷം ആനകൾ എടുത്താല് അതിൽ ഒരു ആനയ്ക്ക്, അതായത് വളരെ വലിയ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആനകളില് ഒരു ആനയ്ക്കായിരിക്കും ഈ നെറ്റിയിൽ, അതിന്റെ നെറ്റിയില് ഓട്ടോമാറ്റിക് ആയിട്ട് നെറ്റിയുടെ അകത്ത് തന്നെ ഒരു വജ്രം പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അത് വളരെ റെയർ ആയിട്ട് കാണുന്നത്, ലക്ഷക്കണക്കിന് ആനകളിൽ
ഒന്ന് ചിലപ്പോ കാണാൻ കിട്ടും, അത്രയും ഇതായിട്ട്. പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റില്ല നെറ്റിൽ ഇതിലുള്ള കാര്യം. അതുകൊണ്ടാണ് ഇന്നും അത് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നും ആനകളൊക്കെ ഇവിടെ തന്നെ ആനകളൊക്കെ രക്ഷപ്പെടുന്നത്. കാരണം അത് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ അവരപ്പോൾ കൊല്ലേണ്ടി വരുമായിരുന്നു. ആ നെറ്റിയിൽ ആ സംഭവം വളരെ റെയറാണ്, അത് ഭയങ്കര വില കൂടിയ സംഭവമാണ്. അപ്പം അത് എടുക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ സംഭവം ഭഗവാന് വെറ്റിലയുടെ അകത്ത് പേസ്റ്റ് ആക്കി വേണമെന്ന് പറയും. അപ്പൊ പൂജാരി തിരിച്ച് ഭഗവാനോട് നന്ദി പറഞ്ഞ് ഭഗവാൻ തിരിച്ച് പിറ്റേന്ന് രാവിലെ ഇദ്ദേഹം പണക്കാരൻ വലിയ പ്രൗഢിയിൽ വരാണ്, ഭയങ്കര വലിയ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് വരാണ്. എന്നിട്ട് ഭഗവാനോട് ചോദിച്ചോ എന്നിങ്ങനെ ചോദിക്കാം. അപ്പൊ പൂജാരി പറയും, ഞാൻ ചോദിച്ചു, ഭഗവാന് ഒരു വെറ്റിലപ്പാക്ക് മതി എന്ന് പറയും. അപ്പൊ ഇത് ചിരിക്കും, വെറ്റിലപ്പാക്കോ, 1,00,000 രൂപയ്ക്ക് ഒരു വെറ്റിലപ്പാക്കോ? അപ്പൊ പറയും, അല്ല, ആ വെറ്റിലപ്പാക്കിന്റെ അകത്ത് ഈ ആനയുടെ നെറ്റിയിലുള്ള ആ ഒരു വജ്ര അല്ലെങ്കിൽ ആ ഒരു മുത്തിന്റെ ആ പേസ്റ്റ് ആണ് വേണ്ടതെന്ന് പറയും. അപ്പോ ഇപ്പൊ ഇദ്ദേഹം പറയും, ആനയുടെ നെറ്റിയുടെ അകത്തോ? അത് ഞാൻ എന്റെ ഈ ഫുള്ള് ഇത് കൊടുത്താലും ആ ഒരു സംഭവം കിട്ടില്ല. കാരണം നമുക്കത് പ്രഡിക്റ്റ് ചെയ്ത് നമുക്ക് നോക്കി എടുക്കാൻ പറ്റില്ല. അത് എത്രയോ ആനകളെ കൊന്നാൽ, ലക്ഷക്കണക്കിന് ആനകളെ കൊന്നാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. കാരണം അത് എവിടെയാണ് ഇരിക്കുന്നത്, ഏത് ആനയുടെ നെറ്റിയിലാണ് ഇരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും, തന്റെ തലയിൽ ഇരുന്ന ആ ഒരു ടർബൺ പോലത്തെ സംഭവം ഉണ്ട്, അത് എടുത്ത് അദ്ദേഹം ആ ഭഗവാന്റെ കാലിന്റെ കീഴിൽ വെച്ചിട്ട് അദ്ദേഹം പറയും, അങ്ങ് എന്റെ ഉള്ളിലെ അഹങ്കാരം അല്ലെങ്കിൽ എന്റെ ഉള്ളിലെ ആ പ്രൗഢി അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു ഭഗവാനെ. അങ്ങക്ക് ഈ ഒരു പൈസ ഏത് രീതിയിൽ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അങ്ങ് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ അവിടെ ആ ഒരു ആളുടെ അഹങ്കാരം ഭഗവാൻ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോ ഭഗവാൻ അറിയാം, എല്ലാരും ഭഗവാന്റെ ഭക്തന്മാരാണല്ലേ. പുരിയിൽ വരുന്ന എല്ലാവരും ഭഗവാനെ കാണാൻ വേണ്ടി വരുന്നവരാണ്, ഭഗവാന്റെ ഭക്തന്മാരാണ്. അപ്പൊ അവരെ ആ ഭക്തിയോടുകൂടിയ ഭഗവാൻ തിരിച്ചു വിടുള്ളൂ, ഭഗവാൻ അവിടെ പുരിയിൽ ദർശനം കൊടുക്കുള്ളൂ. അല്ലാത്ത അഹങ്കാരത്തിന്റെ മനസ്സോടു കൂടിയാണ് നമ്മൾ അവിടെ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് ആ അഹങ്കാരം നശിപ്പിച്ചതിന് ശേഷമേ ഭഗവാൻ അവിടെ നിന്ന് നമ്മളെ പുരി ഡാമിൽ നിന്ന് നമ്മളെ തിരിച്ചു വിടുള്ളൂ. പുരി ഡാമിന്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. ഇനി അടുത്ത കഥ, ഭഗവാൻ എന്തുമാത്രം നമ്മളുടെ ഇതാണ്, അതായത് ഭക്തന്മാരോട് എന്തുമാത്രം സ്നേഹമുള്ള ആളാണ് ഭഗവാൻ എന്ന് അടുത്ത കഥ പറയുന്നത്. അതായത് ഇന്നും പുരിയിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ സിംഹദ്വാരം, അതായത് ചക്രം, സുദർശന ചക്രത്തിന്റെ കുറച്ച് ഫ്രണ്ടിലാണ് തോന്നുന്നു സിംഹദ്വാരം ഉണ്ട്. അപ്പൊ ആ സിംഹദ്വാരത്തിന്റെ അവിടെ ഒരു സൈഡില് ഒരു ജഗന്നാഥിന്റെ ഒരു ചെറിയൊരു ഇത് നമുക്ക് കാണാൻ പറ്റും, ഒരു വിഗ്രഹം പോലത്തെ ഒരു സംഭവം, ഒരു വലിയ ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെച്ചിരിക്കുക. അതേപോലെ നമുക്ക് ജഗന്നാഥന്റെ ഒരു വിഗ്രഹം കാണാൻ പറ്റും. അത് എങ്ങനെയാണ് അവിടെ വന്നതിന്റെ കാരണം എന്ന് വെച്ചാല്, നോൺ ഹിന്ദുസിനും, അതായത് ഹിന്ദുക്കളല്ലാത്തവർക്കും അതേപോലത്തെ ആൾക്കാർക്കൊന്നും അമ്പലത്തിലോട്ട് പ്രവേശനമില്ല. അപ്പൊ അവർക്ക് അവിടെ വന്ന് ചക്രത്തിനെ കാണാം, ഈ ഭഗവാനെയും കാണാം. ആ ഭഗവാന്റെ പതിപാവൻ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. അപ്പൊ ആ ഭഗവാനെയും കാണാം, ചക്രത്തെ കാണാം. ഇവര് രണ്ടുപേരും കണ്ടു കഴിഞ്ഞാല് പുരിയിലെ എത്രയോ ദർശനം എടുത്തതിന്റെ പുണ്യം തന്നെയാണ് കിട്ടാറ്. കാരണം ഇവര് രണ്ടുപേരും ഭഗവാന് അവർക്ക് വേണ്ടി കാണിച്ച് അവിടെ നിൽക്കുന്ന രണ്ടുപേരാണ്. അപ്പൊ ഇവര് കണ്ടു കഴിഞ്ഞാൽ പുരി ഡാമിൽ ദർശനം എടുത്തതിന്റെ അതേ പുണ്യം തന്നെയാണ് നമുക്ക് കിട്ടാറ്. അപ്പോ അങ്ങനെ അത് അവിടെ വരാൻ, പതിപ്പാവൻ അവിടെ വരാൻ കാരണം ഒരു രാജാവ് ഉണ്ടായിരുന്നു. അന്ന് പുരി ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് രാംചന്ദ്ര എന്നായിരുന്നു. അപ്പൊ അന്നത്തെ സമയത്ത്, അതായത് ആ ഒരു ടൈമിലൊക്കെ, പണ്ട് ഈ മുസ്ലിംസിന്റെ ഭരണ സമയമായിരുന്നു. അപ്പൊ മുസ്ലിംസിന്റെ രാജാക്കന്മാരാണ് ഇവിടെ ഭരിച്ചിരുന്നത്, ഇന്ത്യ ഭരിച്ചിരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, അവര് ഡൽഹിയിൽ നിന്ന് അവര് ഭരിക്കും, ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഹിന്ദു രാജാക്കന്മാര് ഭരിക്കും. പക്ഷെ അത് മെയിൻ ആയിട്ട് ആരാണ്, ഡൽഹിയിലാണ് ഭരിക്കുന്നത്. അപ്പോ ഈ മുസ്ലിം രാജാക്കന്മാർ ഓരോ ഹിന്ദുക്കളുടെ സ്ഥലമായിട്ട് ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇദ്ദേഹം ജഗന്നാഥ് ടെമ്പിളും എന്ത് ചെയ്യാൻ നോക്കി, അറ്റാക്ക് ചെയ്യാൻ നോക്കി, നശിപ്പിക്കാൻ നോക്കി. പക്ഷെ അത് പറ്റിയില്ല. അദ്ദേഹത്തിന് പറ്റിയെന്ന് മാത്രമല്ല, പറ്റിയില്ല. പക്ഷെ ഈ രാജാവ് ഉണ്ടല്ലോ, അവിടുത്തെ രാജാവ്, അതായത് രാംചന്ദ്ര, അപ്പൊ ഇദ്ദേഹത്തിന് ഈ മുസ്ലിം രാജാവിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു രാജാവ് മറ്റൊരു രാജാവിന്റെ മുമ്പിൽ കീഴടങ്ങുകയോ തോൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ രാജാവിന്റെ സെർവന്റ് ആണ്, അല്ലെങ്കിൽ തോഴനാണ് ആര്, മറ്റൊരു രാജാവ് ആവേണ്ടി വരും. അപ്പം ഇദ്ദേഹം, പക്ഷെ ഈ മുസ്ലിം ആ രാജാവ് ഭയങ്കര ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം വിചാരിക്കുകയാണ്,
ഇന്ന് ഈ ഇദ്ദേഹത്തിനെ ഞാൻ എന്റെ സെർവന്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. മാത്രമല്ല പുരി ഡാമിൽ അന്നത്തെ സമയത്ത് എത്രയോ അധികം വിദേശികളും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ഭയങ്കര പൈസ കിട്ടുന്ന സ്ഥലം, ലക്ഷക്കണക്കിന് പൈസകൾ കിട്ടുന്ന സ്ഥലമാണ് പുരി ഡാമിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് തന്റെ കൂട്ടുകാരനാക്കി കഴിഞ്ഞാൽ ആ പൈസയുടെ ബാക്കി ആർക്കും കിട്ടും, എനിക്കും കിട്ടും. പക്ഷെ ഇല്ലെങ്കിൽ അത് കിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കൂടെ പിടിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ മുസ്ലിം രാജാവ് രാമചന്ദ്ര രാജാവിന്റെ അടുത്ത് പറയും, അങ്ങേ ഞാൻ ഒരിക്കലും എന്റെ തോഴിനോ ഒന്നും ആക്കില്ല. അങ്ങ് നമുക്ക് നമ്മൾ കൂട്ടുകാരാവേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യും, എന്റെ സഹോദരിയെ വിവാഹം കഴിക്കൂ, അങ്ങനെ നമുക്ക് ബന്ധം സ്ഥാപിക്കാം എന്ന് പറയും. അപ്പൊ രാജാവ് പറയും, ഇല്ല, ഞാൻ അങ്ങയുടെ സഹോദരി ഒരിക്കലും വിവാഹം കഴിക്കാൻ പോകുന്നില്ല. കാരണം ഞാനൊരു ഹിന്ദു ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ എന്താവും, മുസ്ലിമാവും. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല, ജഗന്നാഥ് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, എല്ലാവരും എന്നെ മാറ്റി നിർത്തും. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് എന്റെ റാണിമാരുണ്ട്, ഞാൻ വിവാഹം കഴിച്ചവരാണ്, എന്റെ റാണിമാരുണ്ടെന്ന് പറയും. അപ്പോ ഇദ്ദേഹം പറയും, ഈ മുസ്ലിം രാജാവ് പറയും, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്റെ സഹോദരിയെ വിവാഹം കഴിച്ചേ പറ്റൂ. അഥവാ അങ്ങക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ആ ജഗന്നാഥ് ക്ഷേത്രം ഞാൻ നശിപ്പിക്കും, എത്രയും പെട്ടെന്ന് ഞാൻ നശിപ്പിക്കും എന്ന് പറയാണ്. കാരണം ഓൾറെഡി ആ ഏരിയ മുസ്ലിം രാജാവിന്റെ കീഴിലായി കഴിഞ്ഞു. അപ്പം ഇനി ജഗന്നാഥ് ക്ഷേത്രം നശിപ്പിക്കാൻ അവർക്ക് എളുപ്പമാണ് എന്ന് പറയും. അപ്പൊ ഈ രാജാവ് ഭയങ്കര ഇതായി. കാരണം താൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ താൻ മുസ്ലിമാവും. അപ്പൊ പിന്നെ തനിക്ക് ക്ഷേത്രത്തിൽ കയറാനോ ഭഗവാനെ പ്രാർത്ഥിക്കാനോ ഉള്ള അവസരം മുടങ്ങും. പക്ഷെ താൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ അവര് ക്ഷേത്രം നശിപ്പിക്കും. എന്ത് ചെയ്യണം എന്ന് ഇദ്ദേഹത്തിന് ഒരു ഇതുമില്ലാതെ. അപ്പം ഈ മുസ്ലിം രാജാവിന്റെ അനുജത്തി ഉണ്ടല്ലോ, വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാണ്, ആ പെൺകുട്ടി അവിടേക്ക് രാജാവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, അങ്ങനെ വിവാഹം കഴിക്കണം എന്ന് പറയും. അപ്പൊ രാജാവ് പറയും, എനിക്ക് അതിന് ഒട്ടും സാധിക്കില്ല. കാരണം ഞാൻ ഒരു ഹിന്ദുവാണ്, ഭഗവാന്റെ ഭക്തനാണ്. ഞാൻ ഹിന്ദു എന്ത് ചെയ്ത ഭവതി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മുസ്ലിമായി മാറും, പിന്നെ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്ന് പറയും. അപ്പോ ഈ പെൺകുട്ടി പറയും, ഇല്ല, എന്റെ അമ്മ ഹിന്ദുവായിരുന്നു, എന്റെ അച്ഛൻ വളരെ നിർബന്ധിച്ചാണ് എന്റെ അമ്മയെ വിവാഹം കഴിച്ചത്. അപ്പൊ എന്റെ അമ്മ ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ എന്റെ രക്തത്തിൽ ഹിന്ദുവിന്റെ രക്തമുണ്ട്. അപ്പൊ ഒരിക്കലും അങ്ങ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങ് മുസ്ലിം ആവേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഞാൻ ജഗന്നാഥിന്റെ ഡിവോട്ടിയാണ്, ജഗന്നാഥിന്റെ ഭക്തിയാണ്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് പറയാം. പക്ഷെ അങ്ങ് എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചേട്ടൻ ആ അമ്പലം പൊളിക്കും. അതുകൊണ്ട് അങ്ങ് ഭഗവാന്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയും. അങ്ങനെ രാജാവ് ഈ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ്. പക്ഷെ ബാക്കിയുള്ളവരും, രാജാവ് എന്താണ് സ്വയം ആ ത്യാഗം ചെയ്തതാണ് തന്റെ ജീവിതം. കാരണം ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ രാജാവ് ആ ഒരു രീതിയിൽ ചെയ്തത്. പക്ഷെ ബാക്കിയുള്ളവരുടെ മുമ്പില് ആ രാജാവ് ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, അതുകൊണ്ട് ആ രാജാവ് മുസ്ലിമായിട്ട് മാറി. അങ്ങനെ ആ പ്രജകൾ മുഴുവൻ രാജാവിന് എതിരെ, അവിടുത്തെ എല്ലാ ആൾക്കാരും രാജാവിനെതിരെ. അവിടെ രാജാവിന് ജഗന്നാഥ് പുരിയുടെ അമ്പലത്തിന്റെ അകത്ത് കയറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ അവര് ഈ ചില ദിവസങ്ങളില് ഇങ്ങനെ പൂർണ്ണ ചന്ദ്രനൊക്കെ വരുന്ന ദിവസങ്ങളില് ഈ രാജാവിന്റെ നന്മയ്ക്കായിട്ട്, ഈ രാജാവിന് കുറെ കാലം ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വിളക്ക് അവിടെ വെക്കാറുണ്ട്. അതൊക്കെ നിർത്തി പിന്നെ അവിടെ ഫുൾ അടിയും കാര്യങ്ങളുമായി രാജാവിനെ ആർക്കും കണ്ടുകൂടാത്ത രീതിയിലായി. അപ്പോ രാജാവിന് ഭയങ്കര വിഷമമായി. കാരണം ജഗന്നാഥ് പുരിയിൽ അദ്ദേഹത്തിന് കയറാൻ പറ്റുന്നില്ല, അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ. പക്ഷെ ആരും അദ്ദേഹത്തിന്റെ ഉള്ളിലെ നന്മയോ ത്യാഗമോ ഒന്നും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ഭഗവാൻ ഒരിക്കലും അത് കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ രാജാവ് ഇങ്ങനെ അവിടെ അമ്പലത്തിൽ ഈ ശൃംഗദ്വാരത്തിന്റെ പുറത്ത് വരെ നിൽക്കാൻ പറ്റും, അകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മുന്നിൽ നിന്ന് ഈ സുദർശന ചക്രത്തെയും വണങ്ങിക്കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ അടുത്ത് എന്നിട്ട് ഈ രാജാവ് ചോദിക്കും, അങ്ങക്ക് ഇതേ ഉള്ളുവോ,
ആ ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ഞാൻ വിവാഹം കഴിച്ചത്, അങ്ങക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്, പിന്നെ അങ്ങ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയും. അപ്പോ ഈ ഇത് കേൾക്കുന്നതും ഭഗവാൻ പറയും എനിക്ക് അങ്ങ് ദർശനം തരണം എന്ന് ഇദ്ദേഹം ഭയങ്കര എന്താ പറയാ ഇതായിട്ട് പറയുമ്പോഴത്തേക്ക് ഭഗവാൻ ഓടും അമ്പലത്തിന്റെ ഉള്ളിൽ. പക്ഷെ ആ സമയത്ത് അവിടെ ആരുമില്ല, വൈകിട്ടാണ്. ഭഗവാൻ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് ഓടിയിട്ട് വന്ന് ഫ്രണ്ടില് ഭഗവാൻ ഇങ്ങനെ ജഗന്നാഥിന്റെ ആ ഒരു ദർശനം കൊടുക്കും. ഈ ദർശനം കൊടുക്കുമ്പോ ഇദ്ദേഹം അവിടെ ബോധം കെട്ട് വീഴും. ഇത് പിന്നെ ഒരു പതിവായി, കാരണം ഇദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ നിന്ന് തൊഴുത ഭഗവാൻ എന്ത് ചെയ്യും, ദർശനം തരുമെന്ന്. അങ്ങനെ ദിവസം എല്ലാ ദിവസവും ഇങ്ങനെ ദർശനം തരും, ഇദ്ദേഹം ബോധം കെട്ട് വീഴും. അതായത് രാജാവിന് ദർശനം കൊടുത്തതിന്റെ അവിടെ ഇന്ന് നമുക്ക് അവിടെ പോയാൽ ജഗന്നാഥ് ഭഗവാൻ ഒരു വലിയൊരു ഇത് കാണാൻ പറ്റും, ഒരു വിഗ്രഹം പോലത്തെ. അതായത് യഥാർത്ഥത്തില് ജഗന്നാഥ് ഭഗവാനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു വലിയ വിഗ്രഹം നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് അകത്തുള്ള വിഗ്രഹം നമുക്ക് ചിലപ്പോൾ മാറിപ്പോയി, ഇതാണോ ഇനി യഥാർത്ഥ വിഗ്രഹം നമ്മൾ വിചാരിക്കും. അത് പതീത്പാവന്റെ വിഗ്രഹമാണ് നമ്മൾ പറയുകയാണെങ്കിൽ. യഥാർത്ഥത്തിൽ ജഗന്നാഥ് ബൽദേവ് സുഭദ്രാമയി അകത്തുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ നോൺ ഹിന്ദുസ്, അതായത് ഹിന്ദുക്കളല്ലാത്തവരും അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റാത്തവരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടെ തന്നെ ഇത് ചെയ്തത്. കണ്ടില്ലേ ഭഗവാൻ എന്തുമാത്രം കരുണയാണ് ഭക്തന്മാരോട് കാണിക്കുന്നത്. കാരണം ഇങ്ങനെ കയറാൻ പറ്റാത്തവർക്ക് വേണ്ടി ഭഗവാൻ വെളിയിൽ തന്നെ ഭഗവാൻ വന്ന് നിന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വെളിയിൽ ദർശനം എടുക്കുന്ന, അതായത് ഈ പതീത് പാവനെയും അതുപോലെ ചക്രത്തിനെയും ദർശനം എടുക്കുന്നവര് ശരിക്കും പറഞ്ഞാൽ ജഗന്നാഥ് പുരിയിൽ കയറി അത്ര തൊഴുത അത്ര പുണ്യം തന്നെ അവർക്കും കിട്ടി. ഇവര് ദർശനം എടുക്കുന്നത് ഭഗവാന്റെ ഉള്ളിലുള്ള ഭഗവാന്റെ ദർശനം എടുത്തതിന് സമമായിട്ടാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ജഗന്നാഥ് പുരിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഓർത്ത് വെച്ചോണ്ട് പോകണം. അതായത് നമ്മുടെ ഉള്ളിൽ അഹങ്കാരം പാടില്ല, ഭഗവാന്റെ ആ ഒരു കരുണ എല്ലാം ഓർത്ത് വെച്ചോണ്ട് പോയാല് നമുക്ക് ഭഗവാനോട് ആ ജഗന്നാഥ് പുരിയിൽ പോകുമ്പോ ആ ഒരു യഥാർത്ഥ ഇത്, അല്ലെങ്കിൽ ആ ഒരു ഭഗവാനെ കാണുമ്പോൾ ആ ഒരു യഥാർത്ഥ ഫീല് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഹരേ കൃഷ്ണ.